ഹായ്, എച്ച് ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗേൾസിന്റെയും ബോയ്സിന്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസിനെ നമുക്കറിയാം, അവർ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഗേൾസിന്റെ ചില സ്വഭാവങ്ങളിൽ ബോയ്സ് വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ഗേൾസിന്റെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചെറിയ പെരുമാറ്റങ്ങൾ വളരെ വലിയൊരു തെറ്റിദ്ധാരണ പുരുഷന്മാരിൽ ഉണ്ടാക്കാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗേൾസ് ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ബോയ്സ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, തീരെ മൂഡില്ല സംസാരിക്കാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. സത്യാവസ്ഥ അതല്ല. ആ ഒരു പെൺകുട്ടിയുടെ മൈൻഡിൽ 100 കൂട്ടം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതായത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യത്തിന്. ഇപ്പൊ നിങ്ങളുടെ അടുത്താണ് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ആളുടെ മൈൻഡിൽ കൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നമുക്കറിയാം, ജസ്റ്റ് ഒരു 10 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിക്ക് ഒന്നും ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് ഒരു കാര്യവും ചിന്തിക്കാതിരിക്കാനായിട്ട് ഒരു പെൺകുട്ടിക്ക് കഴിയില്ല. മൈൻഡിൽ കൂടെ 10 സെക്കൻഡിൽ 20ഓളം കാര്യങ്ങൾ പോയിട്ടുണ്ടാവും. അത് നോർമലി അത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആൺകുട്ടികളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ഇങ്ങനെ ഒരു മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ്, റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല, ആൾക്ക് മൂടില്ല എന്നൊക്കെയാണ്. പക്ഷെ അതല്ല. ആൾക്ക് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത് ഉണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ ഒരു അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ആളങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിലും മൈൻഡിൽ കൂടെ വളരെയധികം ക്വസ്റ്റ്യൻസ്, ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പെൺകുട്ടികൾ നമ്മൾ കാണാറുണ്ട്, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആളുകളാണ്. അതായത് അവർ സ്നേഹിക്കുന്ന ആ ഒരാളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ആൾ നോക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ പോലും നോക്കുമ്പോൾ, ഇപ്പം ഡെയിലി ഒരു 15 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാള് പിന്നീട് അങ്ങോട്ട് 10 മിനിറ്റിലേക്ക് അത് ചുരുങ്ങിയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് ആളത് മനസ്സിലാക്കും. എന്നിട്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ പൊതുവെ പറയുന്നുണ്ടാവുക ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതായിരിക്കും. പക്ഷേ പെൺകുട്ടികൾ അത് ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് ആൾ ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ്. അതായത് പെൺകുട്ടികൾ പൊതുവെ എല്ലാ കാര്യങ്ങളും ഇമോഷണലി കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 എന്നുള്ളത് 10ആയി ചുരുങ്ങുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു മാനസിക അടുപ്പം കുറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ആൾ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്, ഒരു ഇഷ്ടം ഇപ്പം ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തിരക്ക് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഓഫ് കോഴ്സ് അത് ഓവർ തിങ്കിങ് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടുതലും ആൾ ഇമോഷണലി അതിന് കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാറുണ്ട്. ആളിങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തെടുക്കുക, ആൾക്ക് സംശയമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ പെൺകുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരത് വീണ്ടും ചോദിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ പൊതുവെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൾക്ക് സംശയമാണ്, വിശ്വാസമില്ലാത്തതിൻ്റെ ആണെന്നുള്ളത്. പക്ഷെ അത് സംശയമായതുകൊണ്ടല്ല അവർ ചോദിക്കുന്നത്. അതായത് അതിന് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അത് നിങ്ങളോട് സംശയമുള്ളത് കൊണ്ടോ ആളൊരു സംശയരോഗി ആയതുകൊണ്ടൊന്നല്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചിന്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ അങ്ങനെ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതെ നമുക്ക് മനസ്സിലാകുന്ന, അതായത് ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാകുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതന്നെയാണ് ഇപ്പൊ നോർമലി പെൺകുട്ടികളുടെ കാര്യത്തിലുള്ളത്. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ശരിക്കും അതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാവാതെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആള് വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് സംശയമായിട്ട് കാണണ്ട, പകരം ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികൾ പൊതുവെ അത് പറയാറുണ്ട്. അതായത് ഇപ്പോൾ സ്നേഹിക്കുന്ന രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും ചെറിയതായിട്ട് ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് നോർമലി പെൺകുട്ടികൾ അത് പെട്ടെന്ന് നോട്ട് ചെയ്യാറുണ്ട്, എന്നിട്ട് അത് പറയാറുണ്ട്, എന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പൊതുവെ ആൺകുട്ടികൾ പറയുന്നൊരു കാര്യം, അങ്ങനെ തെറ്റായിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പെൺകുട്ടികൾ ശരിക്കും ചിന്തിക്കുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് റോങ് ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. ആൺകുട്ടികൾ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല. അവർ വിചാരിക്കുക ഇവൾക്ക് എന്താ പറ്റിയത്, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്നുള്ളതാണ് അവർ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും, ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് പെട്ടെന്ന് ആൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഓക്കെ ആക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ആൾ നിങ്ങളോട് പറയേണ്ടത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
പെൺകുട്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. കാരണം അവൾ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയുന്നത്. ശരിക്കും ഇഷ്ടം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, മിണ്ടാതിരുന്നാൽ പ്രശ്നം ഉണ്ടാവില്ല, അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ പോലും ആൾ ടെൻഷൻ ആവുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് റീചെക്ക് ചെയ്യുക. എന്തെങ്കിലും മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, പ്രശ്നമുണ്ടോ, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ പെൺകുട്ടികൾ പൊതുവെ ഒരുപാട് കൂടുതലായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ആൺകുട്ടികൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യലല്ല, യഥാർത്ഥത്തിൽ പേടിയാണ് അവർക്ക് നിങ്ങൾ നഷ്ടമാകുമോ എന്നുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾ ഒന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എവിടെയാ, എന്താ പറ്റി, എപ്പോഴെത്തുക, തിരിച്ചെത്തുന്ന ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട്. നിങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇനി വേറെ ആരെങ്കിലും, അതൊരു ഡൗട്ടല്ല കേട്ടോ, ഒരു സ്വാർത്ഥത തന്നെയാണ്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെറിയൊരു അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെ നോർമലി പെൺകുട്ടികൾക്ക് തോന്നുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ, നിങ്ങൾ ഓക്കെ ആയിരിക്കുമോ, ഇങ്ങനെയൊക്കെ ആൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആൺകുട്ടികൾ വിചാരിക്കാൻ എന്നറിയോ, ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല, അപ്പോഴത്തേക്കും ഒരു 100 പ്രാവശ്യം കോൾ വന്നിട്ടുണ്ടായിരിക്കും, എവിടെയാണ് എന്താണെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് പലപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പോൾ ആൺകുട്ടികൾ എന്താ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരം കൺട്രോളിങ് ആണെന്നുള്ളതാണ്. പക്ഷെ ഇത് കൺട്രോളിങ് അല്ല, നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള പേടിയിൽ നിന്നും ഉണ്ടാവുന്നതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇങ്ങനെ വിളിക്കുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരിക്കലും കൺട്രോളിങ് ആയിട്ട് കാണാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ പെൺകുട്ടികൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ ചിന്തകളും അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൺകുട്ടികളും ഇതിൽ ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും ചിന്തിക്കുന്നത് പൊതുവെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളൊന്ന് ചിന്തിച്ചെടുത്താൽ മതിയാവും. കൃത്യമായ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്ന ആളൊക്കെ ആണെങ്കിൽ, അതായത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ അനലൈസ് ചെയ്യുന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അവർ പറയുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരാം, പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കരുത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ പറഞ്ഞ് സോൾവ് ചെയ്ത് പോകുക. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതും അവർ ചിന്തിക്കുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്